ഹായ് ഓൾ, വെൽക്കം ടു കാറക്സ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ദീപക്. നമ്മളിന്നിപ്പോൾ ഏറ്റവും പുതിയ പഞ്ചുമായിട്ടാണ് വന്നേക്കുന്നത്. ടാറ്റ പഞ്ചിൻ്റെ ഏറ്റവും പുതിയ മോഡലാണ് ഈ കാണുന്നത്. അപ്പം ആദ്യം തന്നെ നമുക്ക് ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രധാന മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്ന ഈ ഒരു ഭാഗത്താണ്. അത് ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് വന്നു ഇപ്പോൾ ഗ്രില്ല് വന്നിട്ട്. പിന്നെ പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഈ പഞ്ചിൻ്റെ തന്നെ ഈവിയുടെ ഒരു ഫേസിലേക്കൊക്കെ കൺവേർട്ട് ആയതുപോലുണ്ട്. പിന്നെ ഈ ഒരു മെയിൻ മാറ്റം വന്നേക്കുന്ന ഈ ഒരു ഭാഗത്തൊക്കെയാണ്. ഹെഡ് ലാമ്പിൻ്റെ ആ ഒരു യൂണിറ്റ് എല്ലാം മാറി ഹൊറിസോണ്ടൽ ഒരു രീതിയിലായിരുന്നെങ്കിൽ ഇപ്പോൾ അത് മാറി ഒരു LED ഹെഡ് ലാമ്പ്സ് വന്നു ചെറിയ രീതിയിൽ. ഇപ്പോൾ നമ്മുടെ ടാറ്റയുടെ മറ്റുള്ള മോഡൽസിലൊക്കെ കാണുന്ന ആ ഒരു ടൈപ്പിലേക്ക് മാറിയിട്ടുണ്ട്. ഇവിടെ ഒരു എയർ വെൻസ് ഒക്കെ കൊടുത്തേക്കുന്നതാണ്, ആക്റ്റീവ് എയർ വെൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. DRLs ആണെങ്കിലും അത്യാവശ്യം നല്ല സ്ലീക്ക് ഡിസൈനാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ബോണറ്റിൽ നോക്കി കഴിഞ്ഞാലും അത്യാവശ്യം ഒരു പവർ ലൈൻസ് ഒക്കെ വരുന്ന രീതിയിൽ ഈ രണ്ട് സൈഡിലും കൊടുത്തിട്ടുണ്ട്. ടാറ്റയുടെ ലോഗോ ഫ്രണ്ടിൽ കാണാം. 360 ഡിഗ്രി ക്യാമറ വരുന്നുണ്ട്. നമ്മളിന്നിപ്പം ഈ റിവ്യൂവിനായിട്ട് കൊണ്ടുവന്നേക്കുന്ന മോഡൽ അക്കംപ്ലിഷ്ഡ് എന്ന് പറയുന്ന വേരിയൻ്റാണ്. ടോപ്പ് എൻഡ് വേരിയൻ്റ് വന്നിട്ട് അക്കംപ്ലിഷ്ഡ് S+ ആണ്. അതിന് തൊട്ട് താഴെയുള്ള വേരിയൻ്റാണ് AMD ആണ് കൊണ്ടുവന്നേക്കുന്നത്. പിന്നെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള ഒരു എയർ ഡാം നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഈ ഒരു ഭാഗം നോക്കിക്കഴിഞ്ഞാൽ സ്കിഡ് പ്ലേറ്റിൻ്റെ ആ ഒരു ഭാഗമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു മാറ്റ് സിൽവർ ഫിനിഷാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ സൈഡ് ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രധാന ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ വേരിയൻറ്റിൽ നമുക്ക് ഡയമണ്ട് കട്ട് ഫിനിഷ് വരത്തില്ല. ഈ ഒരു ബ്ലാക്ക് പെയിൻറ്റഡ് ആയിട്ടുള്ള രീതിയിലാണ് അലോയ് വീൽസ് വരുന്നത്. 16 ഇഞ്ച് അലോയ് വീൽസ് ആണ് വരുന്നത്. 195/16 R16 ആണ് ടയർ സൈസ് വരുന്നത്. എനിക്ക് ഇതിൻ്റെ ഡിസൈൻ അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അതിൻ്റെ ഒരു അലോയുടെ ഒരു പാറ്റേണൊക്കെ നല്ല ഭംഗിയുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു ക്ലാഡിങ്സ് ഒക്കെ ബോഡി കളർ അല്ലാതെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഡോറിൻ്റെ ക്ലാഡിങ്ങിലേക്കൊക്കെ പോകുന്നുണ്ട്. പിന്നെ നമുക്ക് സൈഡ് മിററിൽ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് 360 ഡിഗ്രി ക്യാമറ യൂണിറ്റ് കൊടുത്തേക്കുന്നത് കാണാം. പിന്നെ മുകളിൽ നമുക്ക് ആ ഒരു ഡ്യുവൽ ടോൺ ആണ് വരുന്നത്. ബ്ലാക്ക് ഫിനിഷാണ് മുകളിൽ കൊടുത്തേക്കുന്നത്. നല്ല ഭംഗിയുണ്ട് അത് കാണാനായിട്ട്. റിക്വസ്റ്റ് സെൻസർ കൊടുത്തേക്കുന്നത് കാണാം നമുക്ക്. വെഹിക്കിളിൻ്റെ പിന്നെ ഒരു ഓവറോൾ വീൽ ബേസ് വരുന്നത് 2445 mm ആണ് വീൽ ബേസ് വരുന്നത്. ഗ്രൗണ്ട് ക്ലിയറൻസിന് പഴയ പഞ്ചുമായിട്ട് മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പം 193 mm നമുക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് വന്നിട്ടുണ്ട്. നേരത്തെ ഒരു 185 ആ റേഞ്ച് ആയിരുന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ നമ്മുടെ പഞ്ചിൻ്റെ റിയർ ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല മാറ്റങ്ങളൊക്കെ നമുക്കിവിടെ ഫീൽ ചെയ്യും. പ്രധാന അട്രാക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു കണക്റ്റഡ് ടെയിൽ ലാമ്പ് യൂണിറ്റ് വന്നതാണ്. അതിൻ്റെ മൊത്തത്തിലുള്ള ഒരു ടെയിൽ ലാമ്പ് യൂണിറ്റിൻ്റെ ഡിസൈനൊക്കെ ആണെങ്കിലും എല്ലാം മാറിയിട്ടുണ്ട്. വളരെ അട്രാക്റ്റീവായിട്ടുണ്ട്. ഇവിടെയൊക്കെ കുറച്ച് ആ ഒരു ഡിസൈൻ എലമെൻ്റൊക്കെ കൊടുത്തേക്കുന്നത് നല്ല ഭംഗിയുണ്ട്. പിന്നെ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്പോയിലർ എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഷാർക്ക് ഫിൻ ആനിന് കൊടുത്തിട്ടുണ്ട്. ഡീഫോഗേഴ്സ്, വൈപ്പർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റോപ്പ് ലാമ്പ് നമുക്ക് ഇങ്ങോട്ടാക്കിയിട്ടുണ്ട്. ഇവിടെയാണ് ഇപ്പോൾ സ്റ്റോപ്പ് ലാമ്പ്. അതിന് താഴെ ടാറ്റയുടെ ലോഗോ കാണാം. ഇവിടെ പഞ്ചെന്ന് നല്ല വലുപ്പത്തിൽ കൊടുത്തേക്കുന്നത് കാണാം. ക്യാമറ യൂണിറ്റ് അതിന് താഴെ സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെയും താഴെ ഒരു കുറച്ച് റഗഡ് ഫീൽ തരുന്ന രീതിയിലുള്ള ഒരു സ്കിഡ് പ്ലേറ്റ് എലമെൻറ്റിൻ്റെ അവിടെ ഒരു ഡിസൈനൊക്കെ കൊടുത്തേക്കുന്നത് നല്ലതായിട്ടുണ്ട്. മൊത്തത്തിൽ വെഹിക്കിളിന് ഒരു കുറച്ചുകൂടെ ഒരു ആ ഒരു SUV ഫീല് കിട്ടാൻ വേണ്ടിയിട്ട് കമ്പനി മാക്സിമം ഡിസൈൻ എലമെൻറ്റ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കുറേ കൂടെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഫ്രണ്ടിൽ ഇപ്പോൾ ബമ്പറിൽ ആ താഴെ സ്കിഡ് പ്ലേറ്റ് എലമെൻറ്റ് നോക്കിക്കഴിഞ്ഞാലും ഒരു ബുൾഗാർഡ് ഒരു ഡിസൈനാണ് കൊടുത്തേക്കുന്നത് ആ ഒരു ഫ്രണ്ടിലെ ആ ഒരു ബമ്പറിലൊക്കെ നോക്കിയാലും. അപ്പം മൊത്തത്തിൽ അങ്ങനെയാണ്. പിന്നെ ഈ പുതിയ പഞ്ചിൻ്റെ ഒരു കമ്പനി ആദ്യമേ തന്നെ ഒരു ടാഗ് ലൈൻ കൊടുത്തിട്ടുണ്ട്. കമാൻഡ് മാക്സ് എന്ന് പറയുന്ന ഒരു കമാൻഡിങ് ഒരു ലുക്കും പ്രസൻസും ഒക്കെ കിട്ടുന്നത് തന്നെ ആയിരിക്കാം ഉദ്ദേശിച്ചേക്കുന്നത്. പിന്നെ ഇവിടെ നമുക്കൊരു ഈസ്റ്ററൊക്കെ കൊടുത്തേക്കുന്നത് കാണാം. റൈനോ ആണ് കൊടുത്തേക്കുന്നത്. അപ്പം ഇത്രയാണ് നമുക്ക് പുറമേ ഉള്ള ഡീറ്റെയിൽസ് പറയാൻ. ഇപ്പോൾ ഇൻറ്റീരിയറിലെ വിശേഷങ്ങളൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ. അപ്പോൾ നമ്മുടെ പുതിയ പഞ്ചിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഡ്യുവൽ ടോൺ ഫിനിഷാണ് നമ്മുടെ ഡാഷ്ബോർഡിലൊക്കെ കൊടുത്തേക്കുന്നത്. ബ്ലാക്കും ഈ ഒരു വൈറ്റും കോമ്പിനേഷനാണ്. ഇവിടെ ഒരു ടെക്സ്റ്റേർഡ് ഫിനിഷൊക്കെ കൊടുത്തേക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അത് കൊള്ളാം. വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ വളരെ ചെറിയ കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് അതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒന്നും കാരണം വെഹിക്കിളിനകത്തോട്ട് കയറുമ്പോൾ നമുക്ക് കുറച്ചൊരു പ്ലസൻറ്റ് ഫീൽ തരുന്ന കാര്യങ്ങളാണല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ പ്രധാന അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു 10.25 ഇഞ്ചിൻ്റെ ഈ ഒരു സ്ക്രീൻ തന്നെയാണ്. അതിൽ നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, നാവിഗേഷൻ അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. 8 സ്പീക്കേഴ്സാണ് നമുക്ക് ടോപ്പ് എൻഡ് വേരിയൻറ്റിൽ വരുന്നത്. ഇതിൽ വന്നിട്ട് നമുക്കൊരു 6 സ്പീക്കേഴ്സാണെന്നാണ് എൻ്റെ ഒരു കറക്റ്റ്. അത് അക്കംപ്ലിഷ്ഡ് ആയതുകൊണ്ട് അതിനകത്തൊരു ചെറിയൊരു ഒന്ന് നോക്കണം. അത് കറക്റ്റ് അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. പിന്നെ നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ AC വെൻറ്റിൻ്റെ ഈ ഒരു ചുറ്റിനുള്ള ഭാഗം ഒരു ഗ്ലോസി വൈറ്റ് ഫിനിഷ് കൊടുത്തേക്കുന്നത് അതെനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയുണ്ട് അത് കാണാനായിട്ട്. പിന്നെ AC വെൻ്റ് ആണെങ്കിലും കുറച്ച് നല്ല ചെറിയ കോമ്പാക്ട് സൈസിലൊക്കെ അതൊക്കെ കൊടുത്തിട്ടുണ്ട്.
പിന്നെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് അറിയാവുന്ന പോലെ തന്നെ ടാറ്റയുടെ വെഹിക്കിളിലെല്ലാം കാണുന്ന പോലെ ആ ഒരു ടച്ച് ടൈപ്പ് ആയിട്ടുള്ള രീതിയിലാണ് ഇവിടെ നമ്മുടെ ക്ലൈമട്രോണിക് AC-യുടെ സ്വിച്ചസും കാര്യങ്ങളും എല്ലാം കൊടുത്തേക്കുന്നത്. ഇവിടെ ഡെഡിക്കേറ്റഡ് ആയിട്ട് നമുക്ക് ആ ഒരു 360 ക്യാമറയുടെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതാണ് അതിൻ്റെ ഒരു ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ വരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ക്ലാരിറ്റി നമുക്ക് അതിൽ നിന്ന് കിട്ടും. അല്ല ഈ സൈഡിലെ ഡോർ ഇപ്പോൾ തുറന്ന് കിടക്കുന്നതിൻ്റെ കൂടെയാണ് ആ സൈഡിലൊരു ബ്ലാക്ക് ഫിനിഷ് കാണിക്കുന്നത്. കണ്ടില്ലേ? 3D 2D. യെസ്, ഇനിയിപ്പം നമുക്ക് സ്റ്റിയറിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു 2 സ്പോക്ക് സ്റ്റിയറിംഗ് ആണ്. നമുക്ക് താഴെ ഒരു നോർമൽ രീതിയിലാണ് കൊടുത്തേക്കുന്നത്. ഓട്ടോ ഹെഡ് ലാമ്പ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു 7 ഇഞ്ചിൻ്റെ ഒരു MID സ്ക്രീൻ വന്നിട്ടുണ്ട്. അതിൽ ആവറേജ് മൈലേജ്, ഡിസ്റ്റൻസ് ടു MT അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും അതിനകത്ത് കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഗ്രാഫിക്കൊക്കെ ആണെങ്കിലും അത്യാവശ്യം ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ്. ഒരു ബ്ലൂ ഫിനിഷൊക്കെയാണ് മൊത്തത്തിൽ കൊടുത്തേക്കുന്നത്. അതൊക്കെ കൊള്ളാം. പിന്നെ ഇവിടെ നമുക്ക് ഇന്നിപ്പോൾ നമ്മൾ കൊണ്ടുവന്നേക്കുന്ന അക്കംപ്ലിഷ്ഡിൽ AMT വേരിയൻ്റ് ആണ് ഇന്നിപ്പോൾ ഈ കാണിച്ചേക്കുന്നത്. അതിൻ്റെയാണ് ഈ ഒരു ഗിയർ ലിവർ കാണുന്നത്. ഈ ഒരു സെൻട്രൽ കൺസോൾ ഏരിയ, ഈ ഒരു ഭാഗമൊക്കെ പിയാനോ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമുക്ക് കീ ഫോബ് വരുന്നത്. പിന്നെ നമുക്ക് ലോക്ക് അൺലോക്ക്, നമ്മുടെ ഫോളോ മീയുടെ ലാമ്പ്, ഡിക്കി ഓപ്പണിങ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ 2 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തേക്കുന്നത് കാണാം. ചെറിയ 2 കപ്പ് ഹോൾഡേഴ്സാണ് കൊടുത്തേക്കുന്നത്. കൊള്ളാം. പിന്നെ വേണ്ടേ, ഇതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഈ ഒരു ചെറിയ ഒരു ആംബ്രസ്റ്റ് ആണെങ്കിലും വളരെ കൺവീനിയൻ്റ് ആണ്. അതിനൊപ്പം തന്നെ ഇത് നമുക്ക് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഓപ്പണിങ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ വേണമെങ്കിൽ കീ ഫോബ് വെക്കാം, അല്ലെങ്കിൽ ചെറിയ സാധനങ്ങളൊക്കെ വെക്കാനുള്ള ഒരു ചെറിയ സ്പേസ് അവിടെ കൊടുത്തിട്ടുണ്ട്. മാനുവൽ ഹാൻഡ് ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്. തൈ സപ്പോർട്ട് എക്സ്റ്റൻഡർ കൊടുത്തിട്ടുണ്ട്. അത് വളരെ കംഫോർട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് ഇത്. എല്ലാ ബ്രാൻഡുകളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഒരു വലിയൊരു കോസ്റ്റ് വരുന്നൊരു കാര്യമല്ലല്ലോ. ഇത് കുറച്ചൊരു എക്സ്റ്റൻഡർ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ കംഫർട്ടബിളായിട്ട് നമുക്ക് ഇരുന്ന് പോകാനും പറ്റും. അതൊരു നല്ലൊരു തോട്ടായിട്ട് എനിക്ക് തോന്നി. സീറ്റിൻ്റെ ഈ ഒരു കോമ്പിനേഷൻ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇവിടെ ഒരു സിൽവർ ഫിനിഷൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ബ്ലൂവും ബ്ലാക്കും കോമ്പിനേഷൻ, ബ്ലൂവിൻ്റെ ഒരു കോൺട്രാസ്റ്റ് ഫിനിഷ് എന്നൊക്കെ വേണേൽ പറയാവുന്ന തരത്തിലുള്ള ഒരു കളർ കോമ്പിനേഷനാണ് കൊടുത്തേക്കുന്നത്. നല്ല ഭംഗിയുണ്ട്. അങ്ങനെ അധികം നമ്മൾ വണ്ടികളിലൊന്നും കാണാത്ത ഒരു തരം ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. ഫാബ്രിക്കാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഡ്രൈവർ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ കൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു വേരിയൻറ്റിൽ നമുക്ക് സൺറൂഫ് വരുന്നില്ല. നെക്സ്റ്റ് വേരിയൻറ്റ് പോലെയാണ് നമുക്ക് സൺറൂഫ് വരുന്നത്. ഇത് നമുക്ക് നോർമലാണ്. IRVM ആണെങ്കിലും അതൊക്കെ നമുക്ക് നെക്സ്റ്റ് വേരിയൻറ്റിൽ ഓട്ടോ IRVM ഒക്കെ വരുന്നുണ്ട്. പിന്നെ റീഡിംഗ് ലാംപ്സ്, വാനിറ്റി മിറർ, പിന്നെ ഡോർ പോക്കറ്റ്സിലേക്ക് വന്നാൽ അവിടെ സ്പീക്കർ യൂണിറ്റ് കാണാം. അംബർല ഹോൾഡർ കൊടുത്തിട്ടുണ്ട്, ബോട്ടിൽ ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ ആ ഒരു ഡ്യുവൽ ടോൺ ഫിനിഷ് കീപ്പ് ചെയ്തിട്ടുണ്ട് ഡോറിൽ. അപ്പം ഇത്രയാണ് നമുക്ക് പഞ്ചിൻ്റെ ഫ്രണ്ടിലെ വിശേഷങ്ങൾ പറയാനുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് ബാക്ക് സീറ്റിലെ വിശേഷങ്ങൾ കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, യെസ്. അപ്പം നമ്മുടെ പഞ്ചിൻ്റെ റിയർ സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ആ ഒരു ടൈ സപ്പോർട്ട് എക്സ്റ്റൻഡർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഐസോഫിക്സ് ആങ്കറേജ് കൊടുത്തേക്കുന്നത് കാണാം. ഫ്ലാറ്റ് ഫ്ലോറാണ്. ഒരു 15 വാട്ടിൻ്റെ ചാർജിങ് ടൈപ്പ് C പോർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു മൊബൈൽ വെക്കാനുള്ളൊരു ഹോൾഡർ അവിടെ കൊടുത്തിട്ടുണ്ട്. 2 AC വെൻറ്റ് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല എയർ ഫ്ലോ അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഒരു സ്കൂപ്ഡ് ആയിട്ടുള്ള രീതിയിൽ കൊടുത്തേക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് കാലം തട്ടുന്നില്ല. ഇതിപ്പോൾ അത്യാവശ്യം എൻ്റെ ഒരു പൊസിഷനിലാണ് ഇതിപ്പോൾ ഇട്ടേക്കുന്നത്. എന്നിട്ടും എനിക്ക് ഇത്രയും ഒരു സ്പേസ് ഒക്കെ കിട്ടുന്നുണ്ട്. ഹെഡ് റൂമിലേക്ക് വന്നാലും ഇവിടെ നമുക്കൊരു നല്ല രീതിയിലുള്ളൊരു സ്പേസ് കിട്ടുന്നുണ്ട്. ഇനി പുറത്തോട്ടുള്ള ഒരു വിസിബിലിറ്റി ആണെങ്കിലും ക്രാംഡ് ആയിട്ടുള്ള ഫീലൊന്നും ഇല്ല. അത്യാവശ്യം നല്ല വിസിബിലിറ്റി ഒക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ഇപ്പം പഴയ പഞ്ചായത്ത് നോക്കുമ്പോൾ ഒരു കുറച്ചുകൂടി ഈ ഒരു ഹെഡ് റൂം സ്പേസ് ഒക്കെ ഇച്ചിരി കൂട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ആ ഒരു 2 ഹെഡ് റെസ്റ്റ് നമുക്ക് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് വരുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു പഞ്ചിൻ്റെ ഒരു വേറൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് 5.59 lakhs മുതലാണ് നമുക്ക് എക്സ്ഷോറൂം സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് വന്നിട്ടൊരു ഓൺ റോഡ് വരുമ്പോഴത്തേനും ഒരു 6.62 lakhs ആണ് ഓൺ റോഡ് വരുന്നത്, ബേസ് വേരിയൻറ്റ് വരുമ്പോൾ വരുന്നത്. പിന്നെ നമ്മളിന്നിപ്പോൾ ഈ റിവ്യൂ ചെയ്ത ഈ ഒരു വേരിയൻ്റ് ആണെങ്കിൽ ഓൺ റോഡ് വരുമ്പോഴത്തേന് AMT ആണ്. 10.35 ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഇതിൻ്റെ ടോപ്പ് എൻഡ് വേരിയൻറ്റിലേക്ക് വരുമ്പോൾ ഒരു 11.44. അത് വേറൊരു പ്രത്യേകത ഉള്ളത്, നമ്മൾ ഇതുവരെ ഉണ്ടായിരുന്ന പഞ്ചിന് ഒരു 1.2 ലിറ്റർ നോർമൽ ഒരു എഞ്ചിനായിരുന്നെങ്കിൽ ഇപ്പോൾ 1.2 ലിറ്റർ
ഒരു ടർബോ ചാർജ് പെട്രോൾ എഞ്ചിൻ വരുന്നുണ്ട്. അതിൻ്റെ പ്രൈസാണ് ഞാൻ ഈ പറഞ്ഞ ഈ ഒരു 1144 എന്ന് പറയുന്ന പ്രൈസ്. പിന്നെ അതിൻ്റെ ഒരു ഈ പവർ ഫിഗേഴ്സ് എന്ന് പറയുന്നത്, അതായത് 1.2 ലിറ്റർ ടർബോ ചാർജ്ഡ് എഞ്ചിൻ്റെ ഒരു പവർ ഫിഗേഴ്സ് എന്ന് പറയുന്നത് 120 PS പവറും 174 Nm ടോർക്കുമാണ് വെഹിക്കിൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഒരു പെട്രോൾ എഞ്ചിൻ്റെ ഒരു പവർ എന്ന് പറയുന്നത് 84 PS, പിന്നെ നമുക്ക് CNG വരുന്നുണ്ട്. CNG വരുമ്പോൾ ഒരു 73 PS ആണ് പവർ ഫിഗേഴ്സ് ഒക്കെ വരുന്നത്. അപ്പം ഈ ഒരു പഞ്ചിൻ്റെ വീഡിയോ ഇത്രയാണ്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു വെഹിക്കിൾ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ലെക്സോൺ ടാറ്റയുടെ കോൺടാക്ട് നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുത്തേക്കാം. അപ്പോൾ താങ്ക് യു സോ മച്ച്.